ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. കാറുമായി കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രികൻ മരിച്ചു. ഒരാൾക്ക് പരിക്ക്. കേച്ചേരി തലക്കോട്ടുകരയിലാണ് അപകടം നടന്നത്. വെള്ളാങ്കല്ലൂരിൽ ചീപ്പുംചിറ ഫെസ്റ്റിന്റെ മറവിൽ തണ്ണീർത്തടം നികത്തിയെന്ന പരാതി. ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ ഒത്താശയോടെയാണ് നികത്തൽ നടന്നതെന്ന ആക്ഷേപം. KPCC നിയമിച്ച മണ്ഡലം പ്രസിഡന്റുമാരെ ഗ്രൂപ്പ് താൽപര്യത്തോടെ മാറ്റി നിയമിച്ച DCC പ്രസിഡന്റിന്റെ തീരുമാനത്തിനെതിരെ കോൺഗ്രസിൽ കലാപം. പുത്തൻചിറ, കുഴൂർ മണ്ഡലം പ്രസിഡന്റുമാർക്കാണ് സ്ഥാനചലനം. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ. കാറുമായി കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രികൻ മരിച്ചു. ഒരാൾക്ക് പരിക്ക്. കേച്ചേരി തലക്കോട്ടുകരയിലാണ് അപകടം നടന്നത്. കേച്ചേരി ഭാഗത്തു നിന്നും വടക്കാഞ്ചേരി ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറും എതിർദിശയിൽ വരികയായിരുന്ന സ്കൂട്ടറും കൂട്ടിയിടിക്കുകയായിരുന്നു. കുര്യച്ചിറ കുണ്ടുകാട് വട്ടായി സ്വദേശി അറക്കമൂലയിൽ വീട്ടിൽ 35 വയസ്സുള്ള ബിൻസ് കുര്യനാണ് മരിച്ചത്. സ്കൂട്ടറിൽ ബിൻസിനൊപ്പമുണ്ടായിരുന്ന സുഹൃത്ത് വട്ടായി സ്വദേശി കൊച്ചുകുന്നൽ വീട്ടിൽ സനുവിന് പരിക്കേറ്റിട്ടുണ്ട്. ഇന്ന് രാവിലെയായിരുന്നു സംഭവം. കേച്ചേരി തലക്കോട്ടുകരയിലാണ് അപകടം നടന്നത്. കേച്ചേരി ഭാഗത്തു നിന്നും വടക്കാഞ്ചേരി ഭാഗത്തേക്ക് പോകുകയായിരുന്ന കാറും എതിർദിശയിൽ വരികയായിരുന്ന സ്കൂട്ടറും കൂട്ടിയിടിക്കുകയായിരുന്നു. അപകടത്തിന് പിന്നാലെ റോഡിൽ തലയിടിച്ചാണ് ബിൻസ് വീണത്. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ബിൻസിനെ തൃശൂർ മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അപകടത്തിൽ സ്കൂട്ടർ പൂർണ്ണമായും കാറിൻ്റെ മുൻവശം ഭാഗികമായും തകർന്നു. മീഡിയ ടൈം, തൃശൂർ. വെള്ളാങ്കല്ലൂരിൽ നടന്ന ചീപ്പുംചിറ ഫെസ്റ്റിന്റെ മറവിൽ തണ്ണീർത്തടം നികത്തിയെന്ന പരാതി. ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ ഒത്താശയോടെയാണ് നികത്തൽ നടന്നതെന്ന ആക്ഷേപവുമായി പൊതുപ്രവർത്തകൻ പ്രശോഭ് അശോകൻ ജില്ലാ ഭരണാധികാരികൾക്ക് പരാതി നൽകി. വെള്ളാങ്കല്ലൂർ പഞ്ചായത്തിൽ ആരംഭിച്ച ചീപ്പുംചിറ ഫെസ്റ്റിവലിന്റെ മറവിൽ പഞ്ചായത്ത് ഭരണസമിതിയുടെ ഒത്താശയോടെ സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ള തണ്ണീർത്തടങ്ങൾ നികത്തിയെന്ന ഗുരുതര പരാതിയാണ് പൊതുപ്രവർത്തകനായ പ്രശോഭ് അശോകൻ ജില്ലാ ഭരണാധികാരികൾക്ക് നൽകിയിട്ടുള്ളത്. മനുഷ്യവിസർജനം പുഴയിലേക്ക് ഒഴുക്കിവിട്ടെന്നും പൊതുപ്രവർത്തകൻ പ്രശോഭ് അശോകൻ ആരോപിച്ചു. ഈ വിഷയത്തിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർക്കാണ് പരാതി പ്രശോഭ് നൽകിയിട്ടുള്ളത്. വിഷയത്തിൽ ഇതുവരെ പഞ്ചായത്ത് ഭരണസമിതിയോ പ്രതിപക്ഷമോ പ്രതികരിച്ചിട്ടില്ല. വെള്ളാങ്കല്ലൂരിന്റെ ടൂറിസം സാധ്യതകൾ മുന്നിൽ കണ്ടാണ് പഞ്ചായത്ത് വിവിധ വകുപ്പുകളെ ഏകോപിച്ചുകൊണ്ട് ചീപ്പുംചിറ ഫെസ്റ്റ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഫെബ്രുവരി 7 ആരംഭിച്ച ഫെസ്റ്റ് ഇന്ന് സമാപിക്കും. അതിനിടയിലാണ് സംഘാടകർക്ക് കുരുക്കായി ഗുരുതര ആരോപണം ഉയർന്നിട്ടുള്ളത്. മീഡിയ ടൈം, വെള്ളാങ്കല്ലൂർ. കയ്പമംഗലം പഞ്ചായത്ത് പ്രദേശത്തെ കുടിവെള്ള പ്രശ്നം ചർച്ച ചെയ്യാൻ വിളിച്ചു ചേർത്ത യോഗത്തിൽ ശിവാലയ കമ്പനിക്ക് രൂക്ഷ വിമർശനം. കുടിവെള്ള പൈപ്പുകൾ പൊട്ടിയതിനെ തുടർന്ന് മാസങ്ങളോളമായി പഞ്ചായത്ത് പ്രദേശത്ത് കുടിവെള്ളം ലഭിക്കുന്നില്ല. ഇതേ തുടർന്നാണ് യോഗം വിളിച്ചു ചേർത്തത്. ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് കയ്പമംഗലം പഞ്ചായത്തിൽ വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള പൈപ്പുകൾ പൊട്ടിയതിനെ തുടർന്ന് ജനങ്ങൾ നേരിടുന്ന കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം കാണുന്നതിനായി കയ്പമംഗലം പഞ്ചായത്ത് വിളിച്ചു ചേർത്ത യോഗത്തിലാണ് ജനപ്രതിനിധികൾ ശക്തമായ പ്രതിഷേധം അറിയിച്ചത്. ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് റോഡിനടിയിലൂടെ പോകുന്ന കുടിവെള്ള പൈപ്പുകൾ പൊട്ടിയതിനെ തുടർന്ന് മാസങ്ങളോളമായി പഞ്ചായത്ത് പ്രദേശത്ത് കുടിവെള്ളം ലഭിക്കുന്നില്ല. ഇതേ തുടർന്നാണ് യോഗം വിളിച്ചു ചേർത്തത്. കയ്പമംഗലം പഞ്ചായത്ത് പ്രിയദർശിനി ഹാളിൽ പ്രസിഡന്റ് ശോഭന രവിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ജനപ്രതിനിധികൾ തങ്ങളുടെ വാർഡിലെ കുടിവെള്ളക്ഷാമത്തെക്കുറിച്ച് പ്രതികരിച്ചു. ജനപ്രതിനിധികളുടെ രൂക്ഷമായ വിമർശനങ്ങളെ തുടർന്ന് ഈ മാസം അവസാനത്തോടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാമെന്ന നിലയിൽ ശിവാലയ അധികൃതർ വാക്ക് പറഞ്ഞതിനെ തുടർന്നാണ് യോഗം അവസാനിപ്പിച്ചത്. കയ്പമംഗലം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മണി ഉല്ലാസ്, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PA ഇസ്ഹാബ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദേവിക ദാസൻ തുടങ്ങി മറ്റു ജനപ്രതിനിധികൾ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ സുരേഷ് കൊച്ചുവീട്ടിൽ, NR രമേശ് ബാബു, വാട്ടർ അതോറിറ്റി അധികൃതരായ ഇരിഞ്ഞാലക്കുട എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ KR വിജു മോഹൻ, നാട്ടിക അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ലിറ്റി ജോർജ്, മതിലകം AE ഐഡ മോസസ്, ഓവർസിയർ PK ഹസീന,
ദേശീയപാത വികസനത്തിന് നേതൃത്വം നൽകുന്ന ശിവാലയ കൺസ്ട്രക്ഷൻ കമ്പനി അധികൃതർ എന്നിവരാണ് സംബന്ധിച്ചത്. മീഡിയ ടൈം, കയ്പമംഗലം. KPCC നിയമിച്ച മണ്ഡലം പ്രസിഡന്റുമാരെ ഗ്രൂപ്പ് താൽപര്യത്തോടെ മാറ്റി നിയമിച്ച DCC പ്രസിഡന്റിന്റെ തീരുമാനത്തിനെതിരെ കോൺഗ്രസിൽ കലാപം. കൊടുങ്ങല്ലൂർ, മാള ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികൾക്ക് കീഴിലുള്ള പുത്തഞ്ചിറ, കുഴൂർ മണ്ഡലം പ്രസിഡന്റുമാർക്കാണ് സ്ഥാനചലനം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കെ DCC നടത്തിയ നീക്കത്തിനെതിരെ പ്രവർത്തകരിൽ അമർഷം ശക്തമാണ്. കഴിഞ്ഞയാഴ്ചയാണ് പുത്തഞ്ചിറ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റായി MP സോണിയിൽ നിന്ന് ജോപ്പി മങ്കിടിയാൻ ചുമതലയേറ്റത്. KPCC തൃശൂർ ജില്ലയിൽ മണ്ഡലം പ്രസിഡന്റുമാരായി നിയമിക്കപ്പെട്ടവരുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളായിരുന്നു ജോപ്പി മങ്കിടിയാൻ. തൃശൂർ ജില്ലയിൽ തന്നെ രണ്ടായി നിൽക്കുന്ന A വിഭാഗത്തിൻ്റെ ഒരു ഗ്രൂപ്പിലാണ് ജോപ്പിയുടെ പേര് നേതൃത്വം അംഗീകരിച്ചത്. എന്നാൽ സ്ഥലം MP ബെന്നി ബെഹനാൻ ഇടപെട്ട് മുൻ മണ്ഡലം പ്രസിഡന്റും ഗ്രാമപഞ്ചായത്ത് അംഗവുമായ VA നദീറിൻ്റെ പേര് DCCയോട് നിർദ്ദേശിക്കുകയും DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ നദീറിനെ നിയമിച്ച് കത്ത് നൽകുകയും ചെയ്തു. പൊതുവെ കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനം പരിതാപകരമായ പുത്തഞ്ചിറയിലുണ്ടായ തലമാറട്ടെ എന്ന MPയുടെ സൂത്രവാക്യം പക്ഷേ അണികൾക്ക് ഞെട്ടലുണ്ടാക്കിയിരിക്കുകയാണ്. കുഴൂരിലും KPCC നിയമിച്ച ആളെ ഒരു വിഭാഗത്തിന് രസിച്ചിട്ടില്ല. അദ്ദേഹത്തെയും മാറ്റി മറ്റൊരാളെ പ്രതിഷ്ഠിക്കുവാനുള്ള ഒരുക്കത്തിലാണ് MPയും DCC നേതൃത്വവും. വെള്ളാങ്കല്ലൂരിൽ പുതിയ മണ്ഡലം പ്രസിഡന്റിൻ്റെ സ്ഥാനക്കയറ്റത്തിൽ അനിഷ്ടം പ്രകടിപ്പിച്ച് ഒരു വിഭാഗം നേതാക്കൾ വിട്ടുനിൽക്കുകയാണ്. അദ്ദേഹത്തെയും കൂടി മാറ്റിയ തനിക്ക് താൽപ്പര്യമുള്ള ഒരാളെ അവരോധിക്കണമെന്ന വാശിയിലാണ് ബെന്നി ബെഹനാൻ MP. മാളയിൽ മണ്ഡലം പ്രസിഡന്റായി കഴിഞ്ഞ ദിവസം സന്തോഷ് ആത്തപ്പള്ളി ചുമതലയേറ്റു. മാള I ഗ്രൂപ്പിനുള്ളതായതിനാൽ ബെന്നി ബെഹനാനിന് കാര്യമായ വാശിയുണ്ടായില്ല എന്നാണ് ലഭ്യമാകുന്ന വിവരം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത അവസരത്തിൽ ഈ സിറ്റിംഗ് MP എന്താണ് ഇങ്ങനെ പെരുമാറുന്നത് എന്നാണ് പാർട്ടിക്കാരുടെ ചോദ്യം. മോഡിയോടുള്ള വിരോധത്തിൽ നാട്ടുകാർ തന്നെ വിജയിപ്പിച്ചോളും എന്നാണത്രേ MPയോടടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചന. KPCC പ്രസിഡന്റ് K സുധാകരനും VD സതീശനും നയിക്കുന്ന സമരാഗ്നിക്ക് ഊർജം പകരാൻ ആളെ കൂട്ടാൻ ഓടിമടന്ന രണ്ട് മണ്ഡലം പ്രസിഡന്റുമാർ ഇരുട്ടി വെളുത്തപ്പോൾ കസേര തെറിച്ചതിൻ്റെ അന്താളിപ്പിലാണ്. നാട്ടുകാരുടെ മുന്നിൽ ഉടുതുണി നഷ്ടപ്പെട്ട അവസ്ഥ. അപ്പോഴും ഗ്രൂപ്പ് ജയിച്ചു എന്ന് നെടുവേർപ്പിടുന്ന പ്രാദേശിക ഗ്രൂപ്പ് മാനേജർമാരുടെ യുക്തിവാദം ജനത്തിന് പക്ഷേ മനസ്സിലാകുന്നുമില്ല. സോഷ്യൽ മീഡിയയിൽ അതുകൊണ്ട് തന്നെ അവർ തുറന്ന പോരിന് ഇറങ്ങിയിരിക്കുകയാണ്. മീഡിയ ടൈം, മാള. കൊടുങ്ങല്ലൂർ ചന്തപ്പുരയിൽ നിലവിൽ അനുവദിച്ചിട്ടുള്ള മേൽപ്പാലം തിരക്കേറിയ CI ഓഫീസ് ജംഗ്ഷൻ വരെ നീട്ടണമെന്ന ബെന്നി ബെഹന്നാൻ MP. ഈ ആവശ്യം ഉന്നയിച്ച ബെന്നി ബെഹന്നാൻ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിക്ക് കത്ത് നൽകി. നീട്ടുന്നത് പരിഗണിക്കാമെന്ന മന്ത്രി ഉറപ്പു നൽകിയതായി MP അറിയിച്ചു. ദേശീയപാത 66 കൊടുങ്ങല്ലൂർ ചന്തപ്പുരയിൽ നിലവിൽ അനുവദിച്ചിട്ടുള്ള മേൽപ്പാലം തിരക്കേറിയ CI ഓഫീസ് ജംഗ്ഷൻ വരെ നീട്ടണമെന്ന് കേന്ദ്ര ഉപരിതല ഗതാഗത ദേശീയപാത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയെ നേരിൽ കണ്ട് ആവശ്യപ്പെട്ട് ബെന്നി ബെഹനാൻ MP. കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തിലെ തീർത്ഥാടകർ, സ്കൂളുകൾ, വിവിധ ഓഫീസുകളിൽ എത്തുന്നവർ എന്നിവരുടെ തിരക്ക് അനുഭവപ്പെടുന്നതിനാൽ ചന്തപ്പുര ജംഗ്ഷനിൽ മേൽപ്പാലം CI ഓഫീസ് വരെ നീട്ടേണ്ടത് അനിവാര്യമാണ്. ചന്തപ്പുരയിൽ 180 മീറ്റർ നീളത്തിൽ ഫ്ലൈ ഓവറാണ് നിലവിലുള്ളത്. പ്രസ്തുത ഫ്ലൈ ഓവർ തെക്കുഭാഗത്തേക്ക് CI ഓഫീസ് ജംഗ്ഷൻ വരെ 700 മീറ്റർ നീട്ടിയാൽ ജനങ്ങൾക്ക് സുരക്ഷിതമായി യാത്ര ചെയ്യാൻ കഴിയും. കൂടാതെ കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ളവർക്കും എറിയാട് ഭാഗത്തു നിന്ന് വരുന്നവർക്കും ഏറെ പ്രയോജനം ലഭിക്കും. ദേശീയപാത 66 കൊടുങ്ങല്ലൂർ ചന്തപ്പുരയിൽ അനുവദിച്ചിട്ടുള്ള ഫ്ലൈ ഓവർ CI ഓഫീസ് ജംഗ്ഷൻ വരെ നീട്ടുന്നത് പരിഗണിക്കാമെന്ന് മന്ത്രി ഉറപ്പു നൽകുന്നതായി MP അറിയിച്ചു. കഴിഞ്ഞ ദിവസം പാർലമെൻറ്റ് സമ്മേളനം നടക്കുന്ന സമയത്ത് ഡൽഹിയിൽ വെച്ച് കേന്ദ്രമന്ത്രി ശ്രീ ഗഡ്കരിയുമായി ഈ വിഷയം ഒരിക്കൽ കൂടി ചർച്ച ചെയ്യാൻ എനിക്ക് സാധിച്ചു. അന്ന് ബന്ധപ്പെട്ട നാഷണൽ ഹൈവേയുടെ ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു. ഈ പ്രശ്നത്തിൻ്റെ ഈ വിഷയത്തിൻ്റെ ഗൗരവാവസ്ഥ ബഹുമാനപ്പെട്ട മന്ത്രിയെ ഒന്നുകൂടി ശ്രദ്ധയിൽപ്പെടുത്തി. അത് ഉൾക്കൊള്ളാൻ അദ്ദേഹവും തയ്യാറായി. അതുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥന്മാരുമായി ഇത് പരിഹരിക്കുന്നതിന് വേണ്ടി ഈ ഫ്ലൈ ഓവർ അല്പം കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് ഇതിലെ ഉള്ള ജനങ്ങളുടെ ബുദ്ധിമുട്ട് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശം അദ്ദേഹം വാക്കാൽ കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം, ഏറ്റവും കൂടുതൽ കൊടുങ്ങല്ലൂരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ യാത്രക്കാരുള്ള, കാൽനടക്കാരുള്ള ഒരു പ്രദേശമാണ്. പ്രത്യേകിച്ച് നമ്മുടെ പ്രസിദ്ധമായ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലെ ഉത്സവം വരുന്ന കാലഘട്ടത്തിൽ 10,000-കണക്കിന് ആളുകളാണ് ഈ ഇതുവഴി കടന്നു പോകുന്നത്. അതുപോലെ തന്നെ ഈ റോഡിന് ഇരുവശത്തുമായി താമസിക്കുന്ന ഒട്ടേറെ കുടുംബങ്ങളുണ്ട്. അപ്പം ഇവിടെ സ്ഥിരമായി താമസിക്കുന്ന ജനങ്ങളുടെ യാത്രാ സൗകര്യവും
ഉത്സവ കാലഘട്ടത്ത് ഇങ്ങോട്ട് ഒഴുകിയെത്തുന്ന 10,000-കണക്കിന് ആളുകളുടെ യാത്രാ സൗകര്യം കണക്കിലെടുത്തുകൊണ്ട് ഈ വിഷയം വളരെ ഗൗരവത്തോടുകൂടി കാണേണ്ട ഒരു വിഷയമാണ്. അതിൻ്റെ അതേ അർത്ഥത്തിൽ തന്നെ മന്ത്രിയുടെ മുന്നിലും ഉദ്യോഗസ്ഥന്മാരുടെ മുന്നിലും എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ നടത്തുന്ന സമരം, കഴിഞ്ഞ കുറേ നാളുകളായി ഇവിടെ സമരം നടക്കുന്ന സമരത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകളും ഇതിൽ വളരെ ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ, അതുപോലെ തന്നെ ജനപ്രതിനിധികൾ, മുനിസിപ്പാലിറ്റി അടക്കമുള്ള സ്ഥാപനങ്ങളൊക്കെ ഇക്കാര്യത്തിൽ കാണിക്കുന്ന ഉത്തരവാദിത്തമുള്ള ഇതാണ്. നേടിയെടുക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് എനിക്കുള്ളത്. അനുഭാവപൂർണ്ണമായ പരിഗണന നൽകാമെന്ന് മന്ത്രി പറഞ്ഞിട്ടുണ്ട്. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുമായി ഇനിയും ചർച്ച ചെയ്യുന്നതാണ്. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. കാർഷിക മേഖലയ്ക്കും മാലിന്യ സംസ്കരണത്തിനും ആരോഗ്യ മേഖലയ്ക്കും ഊന്നൽ നൽകിക്കൊണ്ട് 18,50,386 രൂപ വരവും 17,69,42,868 രൂപ ചെലവുമായി എടവിലങ്ങ് ഗ്രാമപഞ്ചായത്തിൻ്റെ ബജറ്റ്. വൈസ് പ്രസിഡന്റ് സന്തോഷ് കോരിജാലിലാണ് ബജറ്റ് അവതരിപ്പിച്ചത്. എല്ലാ മേഖലയിലുമുള്ള സമ്പൂർണ്ണ വികസനമാണ് ലക്ഷ്യമിടുന്നതെന്ന് വൈസ് പ്രസിഡന്റ് അറിയിച്ചു. കാർഷിക മേഖലയിൽ എള്ള് കൃഷി, കൂർക്ക കൃഷി, പൊട്ടുവെള്ളരി, പുഷ്പകൃഷി, മട്ടുപ്പാവ് കൃഷി എന്നിവയ്ക്ക് പുറമെ കണിക ജലസേചനം, കർഷകർക്ക് ഏറെ ഗുണപ്രദമായ സംയോജിത കൃഷി എന്നിവയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വിദ്യാലയങ്ങളിൽ ഖരദ്രവ മാലിന്യ സംസ്കരണ സംവിധാനം, വീടുകളിലേക്ക് മാലിന്യ സംസ്കരണത്തിനുള്ള ഉപാധികളുടെ വിതരണം, സ്ത്രീ സൗഹൃദ ടോയ്ലറ്റ്, സാനിറ്ററി പാഡ് ഡിസ്ട്രോയർ, മെൻസ്ട്രൽ കപ്പ് തുടങ്ങിയ പദ്ധതികൾക്ക് മാലിന്യ സംസ്കരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തനത് വ്യവസായമായ തഴപ്പായ കൊണ്ടുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ വിപണനം, പരിശീലനം എന്നിവയുടെ വ്യവസായ രംഗത്തും തൊഴിൽ മേഖലയിലും വലിയൊരു പ്രാധാന്യം നൽകിക്കൊണ്ട് പഞ്ചായത്തിന്റെ എല്ലാ മേഖലയിലുമുള്ള സമ്പൂർണ്ണ വികസനമാണ് പഞ്ചായത്ത് ലക്ഷ്യമിടുന്നതെന്ന് വൈസ് പ്രസിഡന്റ് അറിയിച്ചു. ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന ബഡ്ജറ്റ് അവതരണത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അജിതൻ ആമുഖ പ്രഭാഷണം നടത്തി. സെക്രട്ടറി ഇൻചാർജ് മിനി കെ സ്വാഗതം ആശംസിച്ചു. ജില്ലാ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, മറ്റു വാർഡ് മെമ്പർമാർ, നിർവഹണ ഉദ്യോഗസ്ഥർ, ഗ്രാമപഞ്ചായത്ത് ഉദ്യോഗസ്ഥർ എന്നിവർ ബഡ്ജറ്റ് യോഗത്തിൽ പങ്കെടുത്തു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. സ്വകാര്യ ബസ്സിൽ നിന്ന് നാടോടി സ്ത്രീകൾ കേബിളുകൾ മോഷ്ടിച്ചു. കല്ലൂർ തൃശൂർ റോഡിലോടുന്ന മാലാഗ ബസ്സിലാണ് കഴിഞ്ഞ ദിവസം മോഷണം നടന്നത്. മോഷണ ദൃശ്യങ്ങൾ ബസ്സിലെ നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞു. ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്നാണ് മോഷണം നടത്തിയത് നാടോടി സ്ത്രീകളാണെന്ന് മനസ്സിലായത്. ബസ്സിൻ്റെ പുറകിലെ സീറ്റിനടിയിൽ സൂക്ഷിച്ചിരുന്ന 4 കോയിലിൻ്റെ കേബിളുകളാണ് 3 സ്ത്രീകൾ ചേർന്ന് മോഷ്ടിച്ചത്. ഇതേ ബസ്സിലെ ജീവനക്കാരനായ വെള്ളാനിക്കോട് സ്വദേശി ബ്രീസിൻ്റേതായിരുന്നു കേബിളുകൾ. മോഷണ ദൃശ്യങ്ങൾ ബസ്സിലെ നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞു. തലോർ ബൈപ്പാസിൽ നിന്ന് തൃശ്ശൂരിലേക്കാണ് ഇവർ ടിക്കറ്റ് എടുത്തത്. 3 പേരും പുറകിലെ സീറ്റിലാണ് ഇരുന്നിരുന്നത്. ഇതിനിടയിൽ ബസ്സിൽ ക്യാമറ ഉണ്ടെന്നറിഞ്ഞ സ്ത്രീകൾ ക്യാമറയിൽ പെടാതിരിക്കാൻ തുണി കൊണ്ട് മറച്ച ശേഷമാണ് കേബിളുകൾ മോഷ്ടിച്ചത്. തൃശ്ശൂരിൽ ഇവർ ഇറങ്ങിയ ശേഷമാണ് മോഷണ വിവരം ബസ് ജീവനക്കാർ അറിയുന്നത്. ക്യാമറയിലെ ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്നാണ് മോഷണം നടത്തിയത് നാടോടി സ്ത്രീകളാണെന്ന് മനസ്സിലായത്. ബസ് ജീവനക്കാർ മോഷണ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഒല്ലൂർ പോലീസിന് കൈമാറി. കഴിഞ്ഞ ദിവസം കാഞ്ഞാണിയിൽ വീട്ടിൽ കയറിയ നാടോടി സ്ത്രീകൾ വസ്ത്രങ്ങൾ മോഷ്ടിക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. 2 ദിവസം മുമ്പ് നെല്ലായി വൈലൂരിൽ ഭിക്ഷാടനത്തിൻ്റെ മറവിൽ വീട്ടിലെത്തി മോഷണം നടത്താനുള്ള 3 നാടോടി സ്ത്രീകളുടെ നീക്കം വീട്ടുടമ കണ്ടെത്തിയിരുന്നു. മീഡിയ ടൈം, പുതുക്കാട്. പാലിയേക്കരയിൽ മാരക മയക്കുമരുന്നായ MDMA-യുമായി യുവാവിനെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. ഒല്ലുക്കര കാളത്തോട് കറപ്പ മൂച്ചിക്കൽ വീട്ടിൽ 34 വയസ്സുള്ള ഷഫീഖാണ് പിടിയിലായത്. ഇയാളിൽ നിന്ന് 4 ഗ്രാം MDMA പോലീസ് കണ്ടെടുത്തു. ടോൾ പ്ലാസയ്ക്ക് സമീപം ഞായറാഴ്ച പുലർച്ചെ പോലീസ് നടത്തിയ വാഹന പരിശോധനയിലാണ് ബൈക്കിലെത്തിയ ഇയാൾ പിടിയിലായത്. വിൽപ്പനയ്ക്കായി കൊണ്ടുപോയിരുന്ന മയക്കുമരുന്നാണ് പിടികൂടിയതെന്ന് പോലീസ് പറഞ്ഞു. രാത്രികാലങ്ങളിൽ തുറന്നു പ്രവർത്തിക്കുന്ന ഹോട്ടലുകളുടെ പരിസരത്തും ദേശീയപാതയിലും പരിശോധനകൾ കർശനമാക്കുമെന്നും പോലീസ് പറഞ്ഞു. പുതുക്കാട് SI-മാരായ KS സൂരജ്, MJ ലിജോ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ആൻസൺ പൗലോസ്, CPO ജെറിൻ, റൂറൽ ഡാൻസ് ഓഫ് SI-മാരായ സ്റ്റീഫൻ, ജയകൃഷ്ണൻ, സതീശൻ, ഷൈൻ, പോലീസുകാരായ സൂരജ്, റെജി, ഷിജോ തോമസ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. മീഡിയ ടൈം, തൃശൂർ. ഇനി നാട്ടിൽ നടന്നത്. കുന്നംകുളത്ത് പൂരത്തിനിടെ സംഘർഷം.
ചീരംകുളം ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവത്തിന്റെ ഭാഗമായി നടന്ന വേലയോടനുബന്ധിച്ചാണ് സംഘർഷം ഉണ്ടായത്. ക്ഷേത്രത്തിൽ വൈകിട്ടോടെ പൂരം കൊട്ടിക്കയറുന്നതിനിടെയാണ് ഇരു സംഘങ്ങളും തമ്മിൽ ഏറ്റുമുട്ടിയത്. സ്ഥലത്തുണ്ടായിരുന്ന കുന്നംകുളം സബ് ഇൻസ്പെക്ടർ രാജുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ലാത്തി വീശിയതോടെയാണ് സംഘർഷത്തിന് അയവുണ്ടായത്. കെട്ടിട നിർമ്മാണ തൊഴിലാളി യൂണിയൻ AITUC മാള മണ്ഡലം കൺവെൻഷൻ നടന്നു. മണ്ഡലം പ്രസിഡന്റ് KV സുജിത് ലാലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന കൺവെൻഷൻ യൂണിയൻ ജില്ലാ സെക്രട്ടറി P ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. കൺവെൻഷനിൽ CPI മണ്ഡലം സെക്രട്ടറി MR അപ്പുക്കുട്ടൻ, MK ബാബു, AK ബാലൻ, VM ചന്ദ്രബോസ്, ബിന്ദു ബാബു, CK സുരേന്ദ്രൻ, ബിന്ദു ഉണ്ണികൃഷ്ണൻ, TK ഭാനുവിക്രമൻ, PK വിശ്വംഭരൻ എന്നിവർ സംസാരിച്ചു. തൃശൂർ ജില്ലയിൽ അനുവദിച്ച 8 വെജിറ്റബിൾ കിയോസ്കുകളിൽ രണ്ടാമത്തെ കിയോസ്കിന്റെ ഉദ്ഘാടനം നടന്നു. കുഴൂർ ഗ്രാമപഞ്ചായത്തിൽ പാറപ്പുറം ജംഗ്ഷനിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിജി വിൽസന്റെ അധ്യക്ഷതയിൽ കുഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കൊടിയനാണ് ഉദ്ഘാടനം ചെയ്തത്. ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, CDS ചെയർപേഴ്സൺ, ജില്ലാ മിഷൻ കോർഡിനേറ്റർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജില്ലാ സമ്മേളനത്തിന് എടത്തുരുത്തിയിൽ തുടക്കമായി. KC കാളിക്കുട്ടി സ്മാരക സാംസ്കാരിക നിലയത്തിൽ മാധ്യമ പ്രവർത്തക KK ഷാഹിന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പരിഷത്ത് പ്രസിഡന്റ് C വിമല അധ്യക്ഷത വഹിച്ചു. ET ടൈസൺ MLA, മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ, എടത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു, ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുണൻ, മുൻ MLA പ്രൊഫസർ KU അരുണൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ MK ഫൽഗുനൻ, നവമി പ്രസാദ്, സംഘാടക സമിതി ജനറൽ കൺവീനർ NN അനിലൻ എന്നിവർ സംസാരിച്ചു. സമ്മേളനം നാളെ സമാപിക്കും. നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ദേശീയപാത 66 കയ്പമംഗലം കൊപ്രക്കളം സെന്ററിൽ അടിപ്പാത അനുവദിക്കണമെന്നാവശ്യപ്പെട്ട ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ ധർണ സംഘടിപ്പിച്ചു. ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. കയ്പമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM അഹമ്മദ്, ജില്ലാ പഞ്ചായത്ത് അംഗം KS ജയ, എടത്തുരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു, കയ്പമംഗലം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മണി ഉല്ലാസ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ നവമി പ്രസാദ്, VS ജിനേഷ്, പഞ്ചായത്ത് അംഗങ്ങളായ റസീന, ഷാഹുൽ ഹമീദ്, സാജിദ പുതിയ വീട്ടിൽ, സമരസമിതി ജനറൽ കൺവീനർ PK മുഹമ്മദ്, വർക്കിംഗ് ചെയർമാൻമാരായ BS ശക്തിധരൻ, CJ പോൾസൺ, വിവിധ മത, രാഷ്ട്രീയ, സാമൂഹിക നേതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു. വള്ളിവട്ടം സെന്റ് ജോസഫ് ദേവാലയത്തിൽ വിശുദ്ധ സെബാസ്റ്റ്യാനോസിന്റെയും കന്യകാ മറിയത്തിന്റെയും സംയുക്ത തിരുനാളിന് ഇന്ന് സമാപനമാകും. ഇന്നലെ വൈകിട്ട് നടന്ന തിരുനാളിനോടനുബന്ധിച്ചുള്ള പ്രദക്ഷിണത്തിൽ നിരവധി വിശ്വാസികൾ പങ്കാളികളായി. ഇന്ന് രാവിലെ നടന്ന തിരുനാൾ പാട്ട് കുർബാനയ്ക്ക് ഇരിങ്ങാലക്കുട രൂപത മെത്രാൻ ബിഷപ്പ് മാർ പോളി കണ്ണുകാടൻ കാർമ്മികത്വം വഹിച്ചു. BJP വെള്ളാങ്കല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബൂത്ത് 16, 17 ജനസേവാ സദസ്സ് സംഘടിപ്പിച്ചു. ജനസേവാ സദസ്സ് കർഷക മോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് ശശി മേനോൻ ഉദ്ഘാടനം ചെയ്തു. BJP കോണത്തുകുന്ന് മേഖലാ പ്രസിഡന്റ് പ്രശോഭ് പുതുക്കാട്ടിൽ അധ്യക്ഷത വഹിച്ചു. ശ്രീജേഷ് സുധാകരൻ, ബിജു ലാൽ, സോമൻ കുറ്റിപ്പറമ്പിൽ, ശിവലാൽ, ഷിബിന ക്ലിപ്പറമ്പിൽ എന്നിവർ സംസാരിച്ചു. കർഷക സംഘം കൊടുങ്ങല്ലൂർ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ സേലം രക്തസാക്ഷി ദിനാചരണം CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് KK അബീദലി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കർഷക സംഘം ജില്ലാ സെക്രട്ടറി AS കുട്ടി അനുസ്മരണ പ്രഭാഷണം നടത്തി. ഏരിയ സെക്രട്ടറി MS മോഹനൻ, ട്രഷറർ TK രമേഷ് ബാബു, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ, ഷീല രാജ്കമൽ, ബിന്ദു മോഹൻലാൽ, MC സന്ദീപ് തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. കാറുമായി കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രികൻ മരിച്ചു. ഒരാൾക്ക് പരിക്ക്. കേച്ചേരി തലക്കോട്ടുകരയിലാണ് അപകടം നടന്നത്. വെള്ളാങ്കല്ലൂരിൽ ചീപ്പുംചിറ ഫെസ്റ്റിന്റെ മറവിൽ തണ്ണീർത്തടം നികത്തിയെന്ന പരാതി. ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ ഒത്താശയോടെയാണ് നികത്തൽ നടന്നതെന്ന ആക്ഷേപം. KPCC നിയമിച്ച മണ്ഡലം പ്രസിഡന്റുമാരെ ഗ്രൂപ്പ് താൽപര്യത്തോടെ മാറ്റി നിയമിച്ച DCC പ്രസിഡന്റിന്റെ തീരുമാനത്തിനെതിരെ കോൺഗ്രസിൽ കലാപം. പുത്തൻചിറ, കുഴൂർ മണ്ഡലം പ്രസിഡന്റുമാർക്കാണ് സ്ഥാനചലനം.
ന്യൂസ് റൗണ്ട് പൂർണ്ണമാകുന്നു. നമസ്കാരം.